അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറെ ഹബീബ് എന്ന് പറയുന്ന ആത്മീയ മജ്‌ലിസ് നടത്തുന്ന ഹാമിദ് ആറ്റക്കോയത്തങ്ങളെ നാറ്റക്കോയത്തങ്ങൾ എന്ന് വിളിച്ച് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നതായിട്ട് യൂട്യൂബിലൂടെ കാണുകയുണ്ടായി. കണക്കിന് തെറിയും ഒരുപാട് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ കേട്ടാൽ അറപ്പുളവാക്കുന്ന രീതിയിലുള്ള വാക്കുകളും പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ട് തങ്ങളെ വളരെ രീതിയിൽ മോശമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളും ഒരുപാട് വീഡിയോസും വാട്സപ്പിലൂടെയൊക്കെ നിരന്തരം ഓടിക്കളിക്കുന്നുണ്ട്. ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് തങ്ങളോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങളെ നാറ്റക്കോയത്തങ്ങൾ നിങ്ങളുടെ പേര് മാറ്റി വളരെ മോശമായ രീതിയിൽ സമൂഹത്തിന് മുന്നിൽ നിങ്ങളെ വർണ്ണിക്കുന്നുണ്ട് എന്നൊരാൾ ചോദിക്കുമ്പോൾ തങ്ങൾ കൊടുക്കുന്ന ഒരു മറുപടി എന്നെ വല്ലാതെ ആകർഷിക്കുകയുണ്ടായി. ആ ഒരു മറുപടി നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. നൂറെ ഹബീബ് എന്ന് പറയുന്ന ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ അദ്ദേഹം ശരിയോ തെറ്റോ എന്നൊന്നും പറയുന്നതിന് പകരം ഒരാള് അദ്ദേഹം നല്ലയാളാണ് ചീത്തയാളാണ് എന്നൊന്നും ജഡ്ജ്മെന്റ് ചെയ്യാനുള്ള അധികാരം ലോകത്തൊരാൾക്കും പടച്ചവന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം ഏത് സമയത്തും അള്ളാഹുവിലേക്ക് അടുക്കുന്നതും അള്ളാഹുവിൽ നിന്നും മാറിപ്പോകുന്നതുമായ ബന്ധമാണ്. നമ്മളൊക്കെ ചരിത്രങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചവരാണ്. 100 പേരെ കൊന്ന ഒരാൾക്ക് അള്ളാഹു തൗബ കൊടുത്ത സംഭവം, ഒരുപാട് തെറ്റുകളാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരാള് അവസാന സമയത്ത് മരണത്തിന്റെ സമയത്ത് നല്ലത് ചെയ്തതിന്റെ പേരിൽ നന്മയിലേക്ക് സ്വർഗത്തിലേക്ക് അത് വഴി കാണിക്കാൻ കാരണമാവുകയും വിശന്നു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗപ്രവേശനം നേടിയ വേശ്യയായ ഒരു സ്ത്രീയുടെ ചരിത്രമൊക്കെ. അതുകൊണ്ട് തന്നെ ഏതൊരാളെയും നമ്മൾ അദ്ദേഹം നല്ലവനാണ് ചീത്തയാളാണെന്നൊന്നും നമ്മൾ പറയാൻ പോകരുത്. എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹം അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് നമ്മൾ അധിക്ഷേപിക്കുന്ന വ്യക്തി അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് വലിയൊരു അധർമ്മമായിരിക്കും, വലിയൊരു തെറ്റായിരിക്കും. നമ്മുടെ സൽക്കർമ്മങ്ങൾ പോലും ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യമാകും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾ പറയുന്ന ഈ ഒരു മറുപടി നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. എന്താണ് നാറ്റക്കോയത്തങ്ങൾ എന്ന രീതിയിൽ വളരെ മോശമായി തങ്ങളെ വർണ്ണിക്കുമ്പോൾ ഈ വിഷയത്തിൽ നൂറെ ഹബീബ് എന്ന് പറയുന്ന ആത്മീയ മജ്‌ലിസിന് നേതൃത്വം നൽകുന്ന ഹാമിദ് ആറ്റക്കോയത്തങ്ങൾക്കുള്ള മറുപടി എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. കിട്ടിയപ്പോൾ അവർക്ക് കുഴപ്പമില്ല. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് അതൊന്നും വലിയ എന്താ പറയുക, ഞാനൊന്നും എനിക്കൊക്കെ നെവർമയില്ല. ഞാൻ ഈ ചെവി കൂടെ പിന്നെ എന്നെക്കുറിച്ച് നാറ്റക്കോയ വേറെ കോയ അത് അങ്ങനെ അതിലൊന്നും എനിക്ക് സന്തോഷമുള്ളൂ. അതിലൊക്കെ ആനന്ദം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ മറ്റുള്ളവരെ കുറ്റം എല്ലാവരും ലക്ഷ്യം തരും പൈസയാണ്. തങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള വളരെ ഗൗരവപരമായിട്ടുള്ള വളരെ ചീത്ത മോശമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴും അതിലെല്ലാം എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരാളോടും തനിക്ക് പ്രതികാരമില്ലെന്ന തരത്തിലുള്ള തങ്ങളുടെ ഈ ഒരു വീഡിയോ, അദ്ദേഹത്തിന്റെ ഒരു മറുപടി നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് പേർക്ക് മാതൃകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.